ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചവരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോണത് നമ്മുടെ ഒഡേഗാർഡിന്റെയും അതേപോലെ തന്നെ നമുക്ക് പോർട്ട്വേലൊരു കാർഡും കൂടെ കിട്ടിയിട്ട് നമ്മുടെ മാർക്കസ് തുറാമിന്റെ അപ്പൊ രണ്ടുപേരുടെയും CF-ഉം അതുപോലെ തന്നെ CMF-ന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് മച്ചാമരെ. പുറപ്പെട്ട് ഗൈസ് ഈ ഒരു കാർഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒഡേഗാർഡിന്റെ കാർഡ് അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. ഏകദേശം 100 തന്നെ നമുക്ക് റേറ്റഡ് കിട്ടും. അതുപോലെ തന്നെ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ CF ആയിട്ട് നിങ്ങൾക്ക് അറിയാം പോർട്ട്വേൽ ജസ്റ്റ് കിട്ടിയാൽ കമന്റ് ചെയ്യുക. കുറെ പേർക്ക് ഹാർഡന്റെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ യമാനൊക്കെ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഗോൾ പോച്ചർ കാർഡ്. അറ്റാക്കിംഗ് അവയർനെസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. 91 വരെ ആക്സിലറേഷൻ സ്പീഡും കാര്യങ്ങളുള്ള ഒരു കാർഡാണ്. പിന്നെ ഒഡേഗാർഡിന്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കാർഡാണ്. ഞാൻ ഇങ്ങനെയാട്ടോ വെച്ചാൽ അവർ ഓൾറെഡി നമ്മുടെ ഒഡേഗാർഡിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ല പ്ലെയർ പ്രോഗ്രഷൻ കാണിച്ചിരിക്കുന്നത് 1-11 ഈ ഒരു രീതിക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് ഇന്ന് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ പോലെ വന്നിട്ടുണ്ട് ഇത് സംഭവം. അതിനകത്ത് കോയിനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ 200 ഏകദേശം പോയി കിട്ടും വെച്ചാൽ. അപ്പൊ ആ 50-ന്റെയൊക്കെ 4 ദിവസം അടുപ്പിച്ച് ഈ ഒരു ആഴ്ച ആയിരിക്കും പ്രൈസ്. നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓപ്പോണന്റ് ഗൈസ്. അപ്പൊ ഓൾറെഡി സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി ഒരാഴ്ചയും കൂടി ഉള്ളു വെച്ചാൽ ഓൾറെഡി നമ്മുടെ പുതിയ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ വരാൻ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ CF ആയിട്ട് നിന്നിട്ടേക്കുന്നത്, AMF ആയിട്ട് നമ്മുടെ ഒഡേഗാർഡിന്. അപ്പൊ ഗൈസ് ഈ ഒരു 2 കോംബോ ഇംപ്രഷനാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ആരെ ഇറക്കിയിട്ട് യൂസ് ചെയ്തിട്ട്, കാരണം ഓൾറെഡി ഇതുപോലത്തെ കാർഡുകൾ ഗൈസ് ഓൾറെഡി ചിലപ്പോൾ നല്ല പെർഫോമൻസ് കിട്ടും. നമ്മൾ മാറ്റി നിർത്തുന്ന കാർഡുകളായിരിക്കും. ഇപ്പൊ പെൻട്രീന്റെ ഒക്കെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് വന്ന പോലെ ഗൈസ് ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. അപ്പൊ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓപ്പോണന്റ് ആണ് ഗൈസ്, കുഴപ്പമില്ല. എന്താ പറയാ, ഇത് ലെജൻഡ് കാർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ സണ്ണുണ്ട്, സണ്ണല്ല സലയുണ്ട്, പിന്നെ മാൾഡിനിയാണ് അവരുടെ ക്യാപ്റ്റൻ. അപ്പൊ മച്ചാമര അവരുടെ മാനേജർ ഓൾറെഡി നമ്മുടെ അർട്ടേറ്റ മച്ചാമര. അപ്പൊ ഓൾറെഡി എന്താ പറയാ, നമുക്കിനി ഏകദേശം 4 മാനേജേഴ്സ് എങ്ങാണ്ട് ഉള്ളൂ നമ്മുടെ ഇതിനകത്ത്. അപ്പൊ എന്തായാലും വലിയൊരു 2026 അപ്ഡേറ്റ് തന്നെ ആവും. അപ്പൊ എല്ലാവരും പ്രതീക്ഷയോടെ ഉഷാറാവട്ടെ കാര്യങ്ങളും. എംബാപ്പെ ഗൈസപ്പം അവർക്കാണ് ഫസ്റ്റ് ടച്ച്. കേസ്മെറോന്റെ ഒരു കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പണ്ട്. എടാ ഓക്കെ ബെല്ലിംഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ ബെല്ലിംഗ് 2 പാസ് ഒഡേഗാർഡ് ഫസ്റ്റ് ടച്ചായിട്ട് നമ്മുടെ സാബി. ഓക്കെ മാർക്കസ് തുറം നല്ലൊരു ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പൊ കഫു ഓക്കെ അവിടെ ക്രോസ് കഫുവിന്റെ ഓക്കെ. എടാ പാട്രിക് വേറെ എടുത്തിടാൻ വെച്ചാൽ മതി. എടാ മാൾഡിനി ഗൈസ്, മാൾഡിനിയാണ് ഇവരുടെ ക്യാപ്റ്റൻ. ഓക്കെ ബെല്ലിംഗം മാൾഡിനി ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മളിപ്പം ഡിവിഷൻ 3-4 ഏരിയ ആയതുകൊണ്ട് 3 ആണ്. ഓക്കെ മാർക്കസ് ഓക്കെ അടിച്ചോ മച്ചാമൻ. ഇപ്പൊ ആദ്യം തന്നെ നമ്മുടെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാർക്കസ് തുറാം. ഓൾറെഡി ഗൈസ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഉണ്ട്, ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം. അത്യാവശ്യം നല്ല കാർഡാണ് തോന്നുന്നു കണ്ടിട്ട്. ഫസ്റ്റ് തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഗൈസ് നമ്മൾ എന്താ പറയുക രാത്രി 8 മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പം 7 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മൾ ഒരു ഗോൾ തൂക്കിയിട്ടുണ്ട്. പറയാൻ പറ്റില്ല ഓപ്പോണന്റ് എപ്പോൾ അടി വരുമെന്ന്. കേസ്മെറോ ഗൈസ് ഓൾറെഡി അൾഡെയർ ഒക്കെ ഉണ്ട് ഗൈസ്. കേസ്മെറോ ടു റോബർട്ടോ കാർലോസ് ഗൈസ്. ഇത് ഓൾറെഡി പണ്ടത്തെ കാർഡുകളാണ് പയ്യൻ്റെ അടുത്ത് അത്യാവശ്യം ഉള്ള ഈ ഓപ്പൺ ടൈമിൽ. അപ്പോൾ പറയാൻ പറ്റില്ല എവിടെ നിന്ന് എപ്പോഴും അടി വരികയെന്ന്. എടാ ഓക്കെ മാക്കലിസ്റ്റർ ഗൈസ്. ഈ ഒരു കാർഡൊന്നും ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനോട് പറഞ്ഞായിരുന്നു നമ്മുടെ ബിഗ് ടൈം മെസ്സിയുടെ ഒരു പ്രോഗ്രഷൻ. അപ്പോൾ ആ ഒരു പ്രോഗ്രഷൻ കിട്ടിയില്ല നമ്മുടെ അടുത്ത്. എൻ്റെ ആണെങ്കിൽ ഉണ്ടായിരുന്ന കാർഡിൻ്റെ പ്രോഗ്രഷൻ ഞാൻ നേരത്തെ ചെയ്തത് കൊണ്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് റെഡിയാക്കാം. അത് നമ്മുടെ ഓപ്പോണൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിഗ് ടൈം മെസ്സി. അപ്പോൾ ഗൈസ് എംബാപ്പെ കിട്ടിയിട്ടുണ്ട്. സാബി ഓക്കെ ഒഡേഗാർഡ് ടു ബെല്ലിംഗം. എടാ അത് ആ പാസ് അവിടെ വേണ്ടായിരുന്നു. മാക്കലിസ്റ്റർ ഗൈസ് ഓൾറെഡി ഒരു CF ആയിട്ട് ഇട്ടേക്കുന്നത് നമ്മുടെ എംബാപ്പേനെയാണ്. ബെല്ലിംഗം ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഒഡേഗാർഡ് ഓക്കെ മെസ്സി ഒഡേഗാർഡ് ഓക്കെ മാർക്കസ് തുറം. എടാ ഓക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റണ്ണിങ് അടിക്കാന്ന് വെച്ചപ്പോഴത്തേനും അപ്പത്തേനും അവന്മാർ അടിച്ച് പുറത്തിട്ടല്ല പാട്രിക് വിയറ കറക്റ്റ് ടൈമിൽ അടിക്കാന്ന് വെച്ചപ്പോഴത്തേനും വെച്ചാൽ സമ്മതിച്ചില്ല. പിന്നെ പാസ് എടുക്കാൻ പണിയാവൂല. ഓക്കെ ടോണി ആഡംസ് ടു മെസ്സിയിലേക്ക് ഇല്ല, കിട്ടിയില്ല. മെസ്സിനെ വീഴ്ത്തിയില്ല. ഓക്കെ റോബർട്ടോ കാർലോസ് എടുത്തിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഓക്കെ ഒരു ക്രോസ് അൾഡെയർ ഒന്ന് എടുത്തു ഗൈസ്. അൾഡെയർ ഓക്കെ. അപ്പം കഫു ഓക്കെ മെസ്സി ടു വീണ്ടും പാസ്. എടാ ആ പാസ് വേണ്ടായിരുന്നു, വല്ലാത്തൊരു പാസ്സായിപ്പോയി. കേസ്മെറോ ടു ഗൈസ് ഓൾറെഡി പുളിസിക്ക് ഗൈസ്. ഈ ഒരു കാർഡ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഈ കേസ്മെറോന്റെ കാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷെ ഞാനിപ്പോൾ ഇറക്കലില്ല. അപ്പം ഗൈസ് എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇബ്രാഹിമോവിച്ചിന്റെ കാർഡൊക്കെ ഉള്ള ഒരു കമന്റ് ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു കാർഡ് ഉണ്ട്, ഞാൻ ഇറക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ഒഡേഗാർഡ് ഓക്കെ ഗൈസ്. അപ്പോൾ തുറാം ടു നമ്മുടെ ഒഡേഗാർഡ് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ എടാ സ്റ്റണ്ടിങ് ഒന്നും എനിക്ക് അവന്മാർ സമ്മതിക്കുന്നില്ല. നമ്മുടെ പാട്രിക് വിയറെ വെച്ച് അവന്മാരൊരു അടിപൊളി കളി കളിക്കുന്നുണ്ട്. ഓക്കെ പാമർ ഗൈസ് നല്ലൊരു ക്രോസ് വരാൻ ചാൻസ് ഉണ്ട്. ഫോർവേ പാമർ ആട്ടോ. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഒഡേഗാർഡ്. എടാ പാട്രിക് വിയറെ ബ്ലോക്ക് ചെയ്യണേ. ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ
അണ്ണൻ ബ്ലോക്ക് ചെയ്തത് നമ്മുടെ മാനുവൽ ന്യൂയർ. അപ്പോൾ ഗൈസ് എന്തായാലും നല്ലൊരു അടിപൊളി ഷോട്ടായിരുന്നു. എന്തായാലും മാനുവൽ ന്യൂയർ ആയതുകൊണ്ട് അത് കഴിച്ചില്ലായി ഗൈസ്. ഓൾറെഡി ഇപ്പം നമ്മുടെ ഗോളി മേളിലേക്കാണ്. പക്ഷെ അവർ ഓൾറെഡി എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഡോർമോണ്ട് സ്റ്റേഡിയം കാണാൻ. ഇനിയിപ്പം ബുധനാഴ്ച ആകുമ്പോഴത്തേനും നമ്മുടെ കണക്ട് ലൈവ് തുടങ്ങും. അത് കഴിഞ്ഞാൽ അറിയാം നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഓക്കെ, നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട് ഒഡേഗാർഡ് ടു ബെല്ലിംഗം. ഓക്കെ, നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നെയ്മർ ഓടി. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു ചാൻസിന്റെ പാസ്, ത്രൂ പാസ്. ഓക്കെ, ബെല്ലിംഗം ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ട് നമ്മുടെ ബെല്ലിംഗത്തിന് വെച്ചിട്ട് താങ്ക്സ് ഫോർ അസിസ്റ്റ് കൊടുത്ത ഗൈസ്. ഇത് ഓൾറെഡി നമുക്ക് നമ്മുടെ തമ്പലയിന് വേണ്ടതായതുകൊണ്ട് കേട്ടോ സെലിബ്രേഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയും ഗൈസ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ ഇനി ഒരു ദിവസം നോക്കുന്നുണ്ട്. നമ്മുടെ ഗൈസ് ഓൾറെഡി നമ്മൾ FTP പ്ലെയർ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. നമ്മളത് വിചാരിക്കുന്നത് ഫുൾ ഒരു പോർട്ട്വേ സ്ക്വാഡ് ഇട്ടിട്ട് ഒരു മാച്ച് കളിച്ചാലൊന്നുണ്ട്. പിന്നെ ഓൾറെഡി വെച്ചാൽ മതി നമ്മൾ നിലവിൽ ലൈവിൽ കളിക്കുമ്പോൾ റാങ്ക് പുഷ് അല്ല, ഫ്രണ്ട്ലി മാച്ചും കോ മാച്ചും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഡിവിഷൻ 2 ആയിരുന്നു, അത് വീണ്ടും ഇറങ്ങി. കാരണം ഓൾറെഡി നമ്മൾ അപ്പോഴത്തേനും റീസെറ്റ് ആയില്ല. ഇനി നമുക്ക് തിരിച്ചു പിടിക്കണം. ഒന്നാമത് കേസ് ഞാൻ സ്ക്രിപ്റ്റിംഗ് ആയതുകൊണ്ട് അതിനിടയ്ക്ക് കളി നിർത്തിയായിരുന്നു കേസ്. അപ്പോൾ നമ്മൾ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ചില ഓപ്പോണന്റ് കേസ് ഓഫാക്കി കളയും, അതാണ് പ്രശ്നം. അവരത് നെറ്റ് ഇല്ലാതെ ഇപ്പം നെറ്റില്ലാത്തതുകൊണ്ട് പലരുടെയും പോകും. അപ്പം വെച്ചാൽ നമ്മൾ ബെക്കാമിന് ഇപ്പം ഇറക്കിയാലെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പം ഇറക്കുന്നില്ല. പിന്നെ ഗൈസ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഡെന്നിസ് ലോയുടെ ഒരു കാർഡുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഡെന്നിസ് ലോയുടെ കാർഡ് കുറച്ച് കഴിയുമ്പോൾ ഇറക്കാം. പിന്നെ ഇർവിനെ ഇറക്കി കേട്ടോ ഗൈസ്. ഈ ഒരു കാർഡ് നല്ല കാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം ഫ്രീ ട്രേ ഒക്കെ വന്ന സമയത്ത് കിട്ടിയൊരു കാർഡായിരുന്നു. ഇപ്രാവശ്യം ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഹാഫ് ടൈം ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു ഗൈസ്. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇബ്രാഹിമോവിച്ചിന് ഒരു പുതിയ കാർഡൊക്കെ വരും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് മർക്കസ് ടു സാബി. അപ്പോൾ മച്ചവരെ നമ്മൾ അംബാസഡർ പാക്കൊക്കെ ആയിട്ട് നമ്മൾ ഇബ്രാഹിമോവിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുമെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു എല്ലാ യൂസേഴ്സും എടുക്കും, കാരണം അങ്ങനെ ഒരു കാർഡൊക്കെ എല്ലാവരും വെയിറ്റിംഗ് ചെയ്യണം. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എടാ. ഓക്കെ, നെയ്മർ. ഓക്കെ ഗൈസ്, ഒരു ത്രൂ പാസ് കൊടുത്താൽ മതിയായിരുന്നു. മർക്കസ് തുറന്ന് ത്രൂ പാസ് കൊടുത്താൽ ഞാനത് അവിടെ പോയി സ്റ്റണ്ണിങ് അടിക്കാൻ നോക്കിയത്, പക്ഷെ അപ്പം തന്നെ അമ്മ പിടിച്ചു ഗൈസ്. അൽഡെയർ മച്ചമ്മ ഇവന്മാരെ പണിയാക്കുകയാണ്. ഇതെന്താ നെറ്റ് പോയില്ല. ഇർവിൻ. ഓക്കെ, ബെക്കംബർ, ഒഡേഗാർഡ്, നെയ്മർ. ഓക്കെ, ബാക്കോട്ട് നമ്മുടെ ഇർവിൻ. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെയ്മർ ടു ഒഡേഗാർഡ് ഗൈസ്. നല്ലൊരു ചാൻസ് ഉണ്ട്. ഒഡേഗാർഡ് നല്ലൊരു പാസ് അടിക്കാം. റോബർട്ടോ കാർലോസിന് കൊടുത്തു വെച്ചാൽ അവരുടെ കേസ്മെറോ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗെയിം ലാഗ് ആവുന്നുണ്ട് മച്ചാമാരെ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ചാൻസ് സ്റ്റീലൊക്കെ വരും എന്നൊക്കെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നായിരുന്നു. ഇപ്രാവശ്യം ഒരു രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വന്നില്ല ഗൈസ്. പെപ്പ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു സത്യത്തിൽ. ആ ഒരു കാർഡ് ഇർവിൻ ഗൈസ്. നിങ്ങൾക്ക് ആരെങ്കിലും റൊണാൾഡോനെ കിട്ടിയവരുടെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ ബെയിലിൻ്റെ മച്ചാമാരെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ബെയിലിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുന്നു. സംഭവം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ റിയൽ സഞ്ജുവിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ആ ഒരു വീഡിയോ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതാ പറ്റിയ നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു. പക്ഷെ ഇനി കിട്ടുകയാണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ഇറക്കാം കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് ഇറക്കാം. മാൾഡിനി ഉണ്ട് ഗൈസ്. അപ്പം എടാ പാമർ ഇവന്മാരെ പണിയാക്കുമോ ഗൈസ്? എടാ ഓക്കെ, ടോണി ഗൈസ്. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ കോളറൊക്കെ അടിപൊളിയാണ്. അപ്പം നിങ്ങളാരും എടുത്തവരുടെ കമൻറ്റ് ചെയ്യുക. എടാ കേസ്മറോ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ലൈവിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ ഇബ്രാഹിമോവിച്ചിനൊക്കെ ഇറക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ട് റോബർട്ടോ കാർലോസ്. എടാ പണി പാടുമോ? ഓക്കെ, പാമർ, പുളിസിക്ക്. എടാ ഓക്കെ, കഫു. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു ഷോട്ട് അടിച്ചിട്ടുണ്ട്. അൽഡർ. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗം, ഒരു ത്രൂ പാസ്. ഒഡേഗാർഡ്. ഓക്കെ ഗൈസ്, അത് അവന്മാർ അൽഡർ എടുത്തോണ്ടല്ലേ നല്ലൊരു ചാൻസ് കിട്ടേണ്ടായിരുന്നു. ഇർവിൻ ഗൈസ് ഉണ്ടോ? ഈ ഒരു കാർഡ് നല്ല കിടിലൻ പെർഫോമൻസ് ആട്ടോ. നമ്മൾ എടുക്കുന്നുണ്ട് ബോള്. ഓക്കെ, പെട്ടെ ഗൈസ്. അപ്പോൾ അവന്മാർ പുറത്തേക്ക് അടിച്ചിട്ടുണ്ട്. മച്ചാമാരെ ഓൾറെഡി എന്താ വെച്ചാൽ നിങ്ങൾ ഈ ബാനറൊക്കെ ഇല്ലേ അവിടെയൊക്കെ മറ്റേ നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെച്ച് പിന്നെ 30 FPS കിട്ടിയ അത്യാവശ്യം നല്ല ഇത് കിട്ടും കേട്ടോ. ഞാൻ ഓൾറെഡി ഇതൊക്കെ വെറുതെ ഇട്ടേക്കുന്നതാണ്. ഒരു രസം കാണാനൊരു ഭംഗി കിട്ടുക കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാഗും കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ കുറയും. പിന്നെ ഓൾറെഡി അതുകൊണ്ടാട്ടോ ഞാൻ ഈ ബാനറൊക്കെ ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു സ്റ്റേഡിയം എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മൊത്തം ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മുടെ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ അത് സത്യമാണോ എന്നറിയില്ല. ഇപ്പോൾ 60 FPS ആണ്, അത് 90 FPS ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. പാട്രിക് വിയറ, പാമർ. പാട്രിക് വിയറ അടിച്ചു ബെക്കംബറിലേക്ക്. എടാ പണി പോകാനല്ലേ ഇർവിൻ. അപ്പം നിങ്ങളെ എന്താ പറയുക സജഷനൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കൊനാമി എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ടോ. അത് ശരിക്കും കിട്ടില്ല എന്ന് പറഞ്ഞ് അടിച്ചു കളഞ്ഞതാണ്. വിയേര, കക്ക ഗൈസ്. അപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡെന്നിസ് ലോ. എടുക്ക്. ഓക്കെ, ബെല്ലിംഗം, ഒരു ഷോട്ട്
മച്ചാമാരെ അപ്പൊ വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു മാച്ച് കിടിലൻ മാച്ചായിരുന്നു. അപ്പൊ ഒഡേഗാർഡിന്റെ ഭാഗം പാസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി മർക്കസിനെ നമ്മൾ കയറ്റി വന്ന്, കാരണം ഓൾറെഡി നോക്കുകയാണെങ്കിൽ നല്ലൊരു മർക്കസാണ് നമ്മുടെ ഇന്നത്തെ മാച്ച്. എനിക്ക് തോന്നുന്നു 2 ഷോട്ടോളം അടിച്ചിട്ടുണ്ട്, അതിലൊരു ഷോട്ട് ഗോളും കയറി. അപ്പം ഗൈസ് അപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോണന്റ് പോയി തോന്നുന്നു മച്ചാമാരെ, അവന്മാരെ ഓഫാക്കി. അതെ, ഒന്നെങ്കിൽ നെറ്റ് പോയതായിരിക്കും ഗൈസ്. നല്ല രീതിക്ക് നമ്മൾ കയറി വരുന്നു. പക്ഷേ ഡിവിഷൻ മാച്ച് നമ്മൾ പ്രൊമോഷൻ അടിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും മച്ചാമാരെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം നമ്മൾ റിയൽ സെഞ്ചുറി എന്തായാലും നമ്മൾ രാത്രി ലൈവൊക്കെ ആയിട്ട് വരാം. അപ്പം മച്ചാമാരെ എനിക്ക് തോന്നുന്നു പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഓപ്പോണന്റ് പോയി മച്ചാമാരെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതുപോലെ തന്നെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മച്ചാമാരെ നമ്മൾ ഇടയ്ക്ക് സ്ഥലം മാറ്റി വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി നമ്മൾ കിട്ടിയ ടൈം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇംപ്രഷനും കാര്യങ്ങളും സെറ്റ് ആക്കിയാണ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.